ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ ഫിഷ് ഫ്രൈ ആണ്. സാധാരണ മസാല അല്ല കേട്ടോ, വളരെ വ്യത്യസ്ത രുചിയായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് മീനിലേക്കുള്ള മസാല ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, അതുപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പച്ചമല്ലി, ഇനി മല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അരയാൻ വേണ്ടിയിട്ട് പാകത്തിന് മാത്രം മതി. നല്ലതുപോലെ അരച്ച് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. അരച്ചെടുത്ത പേസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെങ്കലവ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 5 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ലതുപോലെ മസാല പിടിച്ചിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ബാക്കി കുറച്ച് മസാല വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും. മീനിൽ മസാല എല്ലാം നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിരുന്നാൽ മതി. ചെറിയ തീയിൽ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഓരോ വശവും മറിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ ബാക്കി വന്ന മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളകും, 1 തണ്ട് കറിവേപ്പിലയും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സവാള ചെറുതായി ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വഴറ്റിയെടുത്ത സവാള നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സവാളയും മീനും കൂടി ചേർത്ത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രുചിയാണ്. സാധാരണ മസാലയല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫിഷ് ഫ്രൈ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ നല്ല അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്